മൈ ചാനൽ. വിചാരിച്ചു ഒരു സിമ്പിൾ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാമെന്ന്. ഇതിന് മുന്നേ ഒരു വേഷം ഞാൻ ചെയ്തിട്ടുണ്ട്. അന്ന് പരിമിതമായ കുറച്ച് പ്രോഡക്റ്റ്സ് വെച്ചിട്ടാണ്. അപ്പം ഞാൻ 2-3 കുറച്ച് സാധനങ്ങളോട് വാങ്ങിയിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ്, വലിയ ഹ്യൂജായിട്ടുള്ള സംഭവമൊന്നുമില്ല, എന്നാലും എൻ്റെ ഒരു വേഷം എങ്ങനെയാണെന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം എന്നാണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പം വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം നല്ല സപ്പോർട്ടൊക്കെ നമുക്കിപ്പോൾ കൂടി വരുന്നുണ്ട്. അപ്പം ആദ്യമായിട്ടാണ് ആരെങ്കിലും യൂട്യൂബിൽ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൽ ഒരു ബെല്ലൈക്കൺ ഉണ്ട്. ആ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണം. അപ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരിക. അപ്പം മറക്കാണ്ട് കാണുന്നവർ ഇഷ്ടപ്പെടുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നമുക്ക് നമ്മുടെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ കാണാം. ഞാൻ ആദ്യം യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്, ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിൽ മമോത്തിൻ്റെ ഒരു പ്രോഡക്റ്റാണ് കേട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നത്, ഫേസ് മോയ്സ്ചറൈസർ ആയിട്ട്. ഇതിപ്പോൾ നമ്മുടെ ഡമാക്കോയുടെ ഒരു പ്രോഡക്റ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത്. 3% വിറ്റാമിൻ ഇ ഡെയിലി മോയ്സ്ചറൈസർ. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പം ഇതിൻ്റെ പരുവം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളം യൂസ് ചെയ്ത് തീരാനായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 2-in-1 പാക്കായിട്ട് എനിക്ക് കിട്ടിയതാണ് കേട്ടോ. അപ്പം ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഫുൾ കംപ്ലീറ്റ് തീർത്തിട്ട് പുതിയ പാക്കറ്റ് എടുക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പം ഇത് രണ്ടും കൂടി എനിക്കൊരു 200 സംതിങ് രൂപയ്ക്ക് കിട്ടുന്നത്. നല്ല പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്തതിൻ്റെ പരുവം കാണുമ്പോൾ ഡെയിലി നമുക്ക് എന്നാ പറയുന്നത്, വിറ്റാമിൻ ഇ, ലാക്റ്റിക് ആസിഡ്, പിന്നെ ഡേ ആൻഡ് നൈറ്റ് ക്രീമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. മോയ്സ്ചറൈസറായിട്ട് നമുക്ക് ഇത് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ശേഷം നമ്മൾ ലിപ്പൊന്ന് പ്രെപ്പ് ചെയ്യണം. അതിനായിട്ട് ഞാൻ ലിപ് ബാം എന്നാ പറയുന്നത്, ഒരു ടിൻറ്റഡ് ലിപ് ബാമാണ് കേട്ടോ എനിക്ക് ഈ പ്രാവശ്യം കിട്ടിയത്. ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. ആകുമ്പോഴത്തേന് നമുക്ക് ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്യാൻ നല്ല ഇതായിരിക്കും. അപ്പം അതും കഴിഞ്ഞു. ഇനി നമുക്ക് ഐബ്രോസ് ഒന്ന് ഷേപ്പ് ചെയ്യാം. ഐബ്രോസ് ഷേപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു നല്ല വ്യത്യാസം വരും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ഐബ്രോസും ലിപ്സ്റ്റിക്കുമാണ് എവിടെ പോയാലും ചെയ്യുന്ന കാര്യം. കണ്ണെഴുതിയില്ലെങ്കിൽ പോലും അത് രണ്ട് ചെയ്താൽ എനിക്കൊരു കോൺഫിഡൻസ് വന്ന പോലെ. അപ്പം നമുക്ക് ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്യാം. ഞാൻ ഡാസ്ലെയറിൻ്റെ ബ്രൗൺ ആണ് എടുക്കുന്നത് കേട്ടോ, പെൻസില്, ഐബ്രോ പെൻസില്. എപ്പോഴും കാണിക്കുന്ന പോലെ തന്നെ നല്ലതായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കും. നമുക്ക് ബ്രഷ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ലതായിട്ടൊന്ന് കോംബ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ഷേപ്പിൽ നിൽക്കും. നമ്മൾ ആ വരച്ചതിൻ്റെ ആ ഒരു ഇതൊന്നും വരാതെ നല്ലൊരു ഫില്ലായിട്ട് എല്ലായിടത്തോട്ട് സ്പ്രെഡ് ചെയ്ത് അങ്ങനെയൊക്കെ നിൽക്കാൻ ഇങ്ങനെ കോംബ് ചെയ്ത് കൊടുക്കണം നല്ല കേട്ടോ. അപ്പം അത് ഫില്ലായി. നമുക്ക് കണ്ണൊന്ന് എഴുതി കൊടുക്കാം. അപ്പം ജസ്റ്റ് വാട്ടർ ലൈൻ കാതിൽ വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്യാം. ഇപ്പം തന്നെ നല്ലൊരു വ്യത്യാസം ഫീൽ ചെയ്യുന്നല്ലേ. പിരികോ ഒന്ന് എഴുതി എന്നാ പറയുന്നത്, കണ്ണും കൂടി എഴുതിയപ്പോഴത്തേക്കും ആ ഒരു ഉറങ്ങി തൂങ്ങിയ ഫീലിങ്സ് ഒക്കെ മാറി. അപ്പം ഇനി നമുക്ക് മെബിലിൻ്റെ തന്നെ ലിക്വിഡ് ലൈനർ വെച്ച് ഒന്ന് മേളിലും താഴേക്കും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ചെയ്തിട്ടുണ്ട്. താഴെയും കൂടി ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കട്ടെ. അപ്പം എന്തേ കണ്ണ് എഴുതി കഴിഞ്ഞു. കാണുന്നവർക്ക് കുറച്ച് ഓവറായിട്ട് തോന്നും, ഇത്രയും ഇതായിട്ട് എഴുതുന്നുണ്ട്. പക്ഷെ എനിക്ക് പേഴ്സണലി ഇങ്ങനെ എഴുതുന്നതാണ് ഇഷ്ടം. കണ്ണെഴുതി ഇനി നമുക്ക് മസ്കാര ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ ഓൾറെഡി വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, ആ കോംബോ പാക്കിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല പ്രോഡക്റ്റ് ആണ് കേട്ടോ, നല്ല അടിപൊളിയാണ്. ഓഫർ വരുമ്പോൾ എന്താ പറയുക, നമുക്കല്ലാതെ ഇപ്പം മേടിക്കാൻ താല്പര്യമില്ലാത്ത ഒരു ഓഫർ വരുമ്പോൾ ഇങ്ങനെ കോംബോയിൽ വരും, ഓരോന്നോരോന്നായിട്ട് മേടിക്കാതെ അങ്ങനെ വാങ്ങിയിട്ടുണ്ട്. നല്ല യൂസ്ഫുൾ പ്രോഡക്റ്റ് ആണ്. ലാഷസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് നിൽക്കും. കണ്ടോ കണ്ണിൻ്റെ വ്യത്യാസം കണ്ടു, ഈ കണ്ണും നമ്മളുടെ വ്യത്യാസം കണ്ടോ. താഴെയും കൂടി ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാൻ വാങ്ങിയപ്പോൾ എനിക്കിതിൻ്റെ കൂടെ നമ്മുടെ ക്ലെൻസറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓഫറിൽ നോക്കിയിരുന്ന് വാങ്ങുവാണ്. നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് പറ്റുന്ന ഒരു കിറ്റാണത്. അപ്പോൾ ദേ കണ്ടോ, ലാഷസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ലിപ്സ് ഒന്ന് ചെയ്യാം. അപ്പോൾ ഒരു ഡസ്കി സ്കിൻ ടോൺ ഉള്ളവർ, അല്ലെ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ എപ്പോഴും ലിപ്പ് ലൈനർ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്
നല്ലത്. ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ. ഞാൻ നോർമലി നേരത്തെ ലിപ് ബാം ഇടും, അതിന് മേലെ ലിപ്സ്റ്റിക് ഇടും, അങ്ങനെയായിരുന്നു. പക്ഷെ ലിപ് ലൈനർ യൂസ് ചെയ്തിട്ട് ഇടുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ഫീൽ കിട്ടും നമുക്ക്. നമ്മുടെ ലിപ്സ് ഒക്കെ നല്ലതായിട്ടിരിക്കും. നമ്മൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ഒരു ഓസം ഹാക്കാണത്. എന്തായാലും ഞാൻ ഇതാണ് ലിപ് ലൈനർ. അപ്പം ഞാനൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കട്ടെ. വരച്ചു കഴിഞ്ഞു. എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങനത്തെ ഒരു പാലറ്റ് വാങ്ങിയ കാര്യം. ഓറഞ്ച് ഷെയ്ഡും ഈ ഒരു റെഡ് ഷെയ്ഡും കൂടെ മിക്സ് ചെയ്ത് നല്ലൊരു ബ്രൗണിഷ് കളറാണ് എനിക്ക് കിട്ടിയത്. നമുക്കിനി മേലെ ഓറഞ്ച് ഒന്ന് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇതാണ് നമ്മുടെ കളറ്. അടിപൊളി കളറാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഇപ്പൊ ഒരു ഇട്ടതിന്റെ ആ ഒരു ഗ്ലേസിംഗ് ഉണ്ട്. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒരു ജസ്റ്റ് കുറച്ചൊന്ന് ഡ്രൈ ആവുന്ന പോലെ തോന്നിയിട്ട് കഴിയുമ്പോൾ പെർഫെക്റ്റ് കളറാണ് ഈ സംഭവം. പൊട്ട് നമുക്ക് സിന്ദൂരം കൂടെ വെച്ചു കൊടുക്കാം. എപ്പോഴും ഒന്നുമില്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ വാരിക്കൊരു സിന്ദൂരം തൊടുന്ന അങ്ങനത്തെ പരിപാടിയൊന്നും എനിക്കിഷ്ടമാണ് സിന്ദൂരമൊക്കെ തൊടാൻ കേട്ടോ. അപ്പോൾ ഇതേ സിന്ദൂരം തൊട്ട് നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞു. ഇതാണ് എൻ്റെ സിമ്പിൾ മേക്കപ്പ് കേട്ടോ. ഇപ്പം ലിപ്സിൻ്റെ കളറുണ്ടോ, ഇരുന്നപ്പം കുറച്ച് നേരം ഇട്ട ആ ഒരു ഷെയ്ഡല്ലേ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പം എന്തേ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. മുടിയൊക്കെ നല്ലതായിട്ട് ഇപ്പം മുടിയൊക്കെ കുറച്ചൊന്ന് പോയിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് വെട്ടി റെഡി ആക്കണം എനിക്ക്. അപ്പം ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടോ എന്ന് പറയണം കേട്ടോ. നല്ലൊരു ഷെയ്ഡായിട്ടുണ്ട്. ഇത്രയുള്ള വീഡിയോ. ഇതാണ് എൻ്റെ ഒരു സിമ്പിൾ ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.